നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി പത്തനാപുരത്ത് ഇടിമിന്നൽ ദുരന്തം. 2 പേർ മരിച്ചു, 5 പേർ പരിക്കേറ്റ ചികിത്സയിൽ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പ്രശ്നം 16-ന് ശേഷം ചർച്ച ചെയ്യാമെന്ന് അധികൃതർ. ബാർ വിഷയത്തിലെ സർക്കാരിന്റെ അശാസ്ത്രീയ നയം തിരിച്ചടിക്കുന്നു. കിഴക്കൻ മേഖലയിൽ അനധികൃത മദ്യവ്യാപാരം വ്യാപകം. 30 കുപ്പി വിദേശ മദ്യവുമായി 2 പേർ ഏരൂരിൽ പിടിയിൽ. വാർത്തകൾ വിശദമായി. നാടിനെ നടുക്കി ഇടിമിന്നൽ ദുരന്തം. പത്തനാപുരം കുണ്ടയം മലങ്കാവിൽ മാടത്താൻമല ക്ഷേത്രത്തിനു സമീപത്തെ തകരഷെഡിൽ മഴ നനയാതെ കയറി നിന്ന 7 പേർക്കാണ് മിന്നലേറ്റത്. 2 പേർ മരിച്ചു, 5 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയം മലങ്കാവിൽ മഴ നനയാതിരിക്കാൻ ഷെഡിൽ കയറി നിന്ന 7-അംഗ സംഘത്തിലെ 2 പേരാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലങ്കാവ് വേട്ടംചിറ വീട്ടിൽ മുരളി, മലങ്കാവ് വട്ടവിള വീട്ടിൽ ഓമനക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. മലങ്കാവിലുള്ള മാടത്താൻമല ക്ഷേത്രത്തിന് സമീപത്തെ ഷെഡിൽ മഴ നനയാതെ കയറിയിരുന്നപ്പോഴാണ് 7-അംഗ സംഘത്തിന് മിന്നലേറ്റത്. സമീപത്തെ കാട്ടിലേക്ക് തെറിച്ചു വീണ ഇവരെ സമീപവാസികൾ ചേർന്ന് പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ ഓമനക്കുട്ടനും മുരളിയും മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ മലങ്കാവ് സ്വദേശികളായ പ്രമോദ്, മഹേഷ്, കബീർ, ഷാഹുൽ ഹമീദ് എന്നിവരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സാരമായി പരിക്കേറ്റ കുണ്ടയം സ്വദേശി ബാബു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്, മുൻ എംപി ചെങ്ങറ സുരേന്ദ്രൻ, എംഎൽഎമാരായ കെ.ബി. ഗണേഷ് കുമാർ, അഡ്വക്കേറ്റ് കെ. രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ജയമോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി. നായർ, KLDC ചെയർമാൻ ബെന്നി കക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം. ഫാത്തിമ ഖാൻ, CPM ഏരിയ സെക്രട്ടറി ബി. അജയകുമാർ, എൻ. ജഗദീശൻ, CPI നേതാക്കളായ അഡ്വക്കേറ്റ് എസ്. വേണുഗോപാൽ, എം. ജിയാസുദ്ദീൻ, കോൺഗ്രസ് നേതാക്കളായ എം. ഷേഖ് പരീദ്, TM ജാഫർ, ബാബു മാത്യു, ഉസ്മാൻ സാഹിബ് എന്നിവർ സ്ഥലത്തെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് ഇടിമിന്നലിൽ മരിച്ച ഓമനക്കുട്ടന്റെയും മുരളിയുടെയും കുടുംബത്തിന് അടിയന്തര സർക്കാർ സഹായം MLA കെ.ബി. ഗണേഷ് കുമാർ കൈമാറി. സർക്കാർ ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇടിമിന്നലേറ്റ് മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ 10,000 രൂപ അടിയന്തര ധനസഹായമായി പത്തനാപുരം MLA കെ.ബി. ഗണേഷ് കുമാർ കൈമാറി. പത്തനാപുരം കുണ്ടയം മലങ്കാവിൽ സ്വദേശികളായ ഓമനക്കുട്ടൻ, മുരളി എന്നിവരാണ് മരിച്ചത്. കൂടുതൽ സഹായം ലഭിക്കുന്നതിനായി വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി കെ.ബി. ഗണേഷ് കുമാറും കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷും അറിയിച്ചു. താൽക്കാലികമായി 10,000 ഇന്നത്തെ ചടങ്ങുകൾക്ക് ആവശ്യമായ സഹായം എന്ന നിലയിൽ ഇവിടെ വെച്ച് തഹസിൽദാരുമായിട്ട് വന്ന് കൈമാറിയിട്ടുണ്ട്. തുടർന്നുള്ള സഹായങ്ങൾ മുഖ്യമന്ത്രി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുണ്ട് മരണപ്പെട്ട വ്യക്തികൾക്ക്. പിന്നെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കും. പിന്നെ ഇദ്ദേഹം മരിച്ച പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഉള്ളതുകൊണ്ട് പട്ടികജാതി വികസന വകുപ്പിൻ്റെ മന്ത്രിയുമായി സംസാരിച്ചിട്ട് അവിടെ നിന്നുകൂടി എന്തെങ്കിലും സഹായങ്ങൾ വാങ്ങിക്കൊടുക്കും കുടുംബത്തിൽ. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൽ നിന്ന് സഹായം ലഭിക്കാം. പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുടെ ദുരിതാശ്വാസം, അങ്ങനെ കിട്ടാവുന്ന എല്ലാ മേഖലകളിലും ഏതെല്ലാം തലത്തിലുള്ള സഹായം ഈ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുമോ അത് വാങ്ങിക്കൊടുക്കുക, അത് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് തീർച്ചയായും ജനപ്രതിനിധികൾ മുൻകൈയെടുക്കും. മുഖ്യമന്ത്രി 9-ാം തീയതി പത്തനാപുരത്ത് വരുന്നുണ്ട് ഗാന്ധിഭവൻ്റെ പരിപാടിക്ക്. ആ സമയത്ത് ഇവിടെ നടന്ന സംഭവങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. കൂടുതൽ സഹായം കേരള ഗവൺമെൻറ് സാധാരണ 1 ലക്ഷം രൂപയാണ്, അതിൽ കൂടുതൽ സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമങ്ങൾ നടത്തും. നിർധന കുടുംബത്തിൽപ്പെട്ടവരാണ് മരിച്ചതെന്നും അതിനാൽ വേണ്ട ധനസഹായം അടിയന്തരമായി നൽകാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും പുനലൂർ MLA അഡ്വക്കേറ്റ് കെ. രാജു, മുൻ എംപി ചെങ്ങറ സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ജയമോഹൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഏറ്റവും പാവങ്ങളായിട്ടുള്ള 2 ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഗവൺമെന്റിന്റെ അടിയന്തരമായ സഹായം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ 2 പേരും കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനക്കാരാണ്. സാധാരണ ടാപ്പിംഗ് തൊഴിലാളികളാണ്. അപ്പോൾ
ഗവൺമെൻറ് ആ തരത്തിൽ അതിനെ ഗൗരവമായി കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും കുറഞ്ഞത് ഒരു 15 ലക്ഷം രൂപ വീതം അടിയന്തരമായി കുടുംബത്തിന് കൊടുക്കുന്നതിനുള്ള നടപടികളുണ്ടാകണം. കൂലിപ്പണിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന ആളുകളെന്നുള്ള രീതിയിൽ ആ വരുമാനം കൊണ്ടാണ് ആ വീടുകൾ കഴിഞ്ഞു പോയിരുന്നത്. ആ സാഹചര്യത്തിൽ ആ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന്, ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപ വീതം ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ അടിയന്തരമായി അനുവദിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. നഷ്ടപരിഹാരം മതിയായിട്ടുള്ള തുക ഗവൺമെൻറ് നൽകുന്നതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അടിക്കടിയായി ഇടിമിന്നലിൻ്റെ ആഘാതമേറ്റിട്ട് നിരവധി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മേഖലകളിൽ അടിക്കടിയായി ഇതുണ്ടാകുന്നതെന്നുള്ളതിനെക്കുറിച്ചൊരു പ്രത്യേകമായിട്ടുള്ളൊരു പഠനം തന്നെ ആവശ്യമായിട്ടുണ്ട്. കാറ്റ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെയും മറ്റു ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ ഭാഗമായി പരിഹാരം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവർക്ക് മതിയായിട്ടുള്ളൊരു 10 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുക തന്നെ ചെയ്യണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്വന്തമായി സ്ഥലമില്ലാത്ത നിർധനരുടെ ശവസംസ്കാരം നടത്താൻ പത്തനാപുരത്ത് പൊതുശ്മശാനം വേണമെന്ന ആവശ്യം ശക്തമായി. ഇടിമിന്നലേറ്റു മരിച്ച കുണ്ടയം മലങ്കാവിൽ വട്ടവിള വീട്ടിൽ ഓമനക്കുട്ടന്റെ സംസ്കാരം നടത്താൻ ബന്ധുക്കൾ ഏറെ ബുദ്ധിമുട്ടി. കുണ്ടയം മലങ്കാവ് കോളനിയിലെ താമസക്കാരനായിരുന്ന മരിച്ച ഓമനക്കുട്ടനുണ്ടായിരുന്നത് 2 സെന്റ് സ്ഥലം മാത്രമാണ്. ഇതിൽ തന്നെയാണ് ഓമനക്കുട്ടന്റെ വീടും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ നിർധന കുടുംബത്തിന് ഗൃഹനാഥന്റെ ശവസംസ്കാരത്തിനായി വീടിന്റെ മുറ്റം തന്നെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. മുൻഭാഗത്തെ വാതിലിനോട് ചേർന്ന സ്ഥലത്താണ് കുഴിമാടം ഒരുക്കിയത്. നിരവധി കോളനികൾ അടക്കം ജനസാന്ദ്രതയുള്ള പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. 15 വർഷം മുമ്പ് പൊതുശ്മശാനം നിർമ്മിക്കാൻ പത്തനാപുരം നീലിക്കോണത്ത് 90 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. ഇതിപ്പോൾ കാടുകയറി കിടക്കുകയാണ്. 1992 ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് ഈ ഭൂമി വാങ്ങിയത്. 2 ശ്മശാനങ്ങൾ ഇപ്പോൾ ഈ സ്ഥലത്തിന് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും പൊതുജനങ്ങളുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടി പദ്ധതിയെ അധികൃതർ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ്. വീടുകൾ പൊളിച്ചുമാറ്റിയും ഭിത്തിയോട് ചേർന്നും ശവസംസ്കാരം നടത്തേണ്ട ഗതികേടിലാണ് നിർധന കുടുംബങ്ങൾ. മരണപ്പെട്ട ഓമനക്കുട്ടന്റെയും മുരളിയുടെയും മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിവന്ന ഉപരോധ സമരം അവസാനിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീങ്ങിയതിനു ശേഷം ചർച്ച നടത്താമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഏപ്രിൽ 29 കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിരാഹാര സമരം ആരംഭിച്ചത്. സിഒഎ മുൻ സംസ്ഥാന പ്രസിഡന്റും എക്സിക്യൂട്ടീവ് അംഗവുമായ CR സുധീർ, സംസ്ഥാന ട്രഷറർ M രാധാകൃഷ്ണൻ എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിച്ച് സമരത്തിന് നേതൃത്വം നൽകിയത്. 17 രൂപയിൽ നിന്ന് 311 രൂപയായി വൈദ്യുതി പോസ്റ്റുകളുടെ വാടക KSEB വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സിഒഎ സമരം സംഘടിപ്പിച്ചത്. വാർഷിക വാടകയും സർവീസ് ടാക്സും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇൻസ്പെക്ഷൻ ഫീസും ഉൾപ്പെടെ 354 രൂപ 25 പൈസയാണ് ഒരു പോസ്റ്റിന് വാടകയായി വരുന്നത്. കോർപ്പറേഷൻ പരിധിയിൽ 280 രൂപയും മുനിസിപ്പൽ പരിധിയിൽ 200 രൂപയും പഞ്ചായത്ത് പരിധിയിൽ 125 രൂപയുമായി വാടക പുനർനിർണ്ണയിക്കുക, 5% വാർഷിക വർധനവ് പിൻവലിക്കുക, 1 വർഷത്തെ വാടക മുൻകൂർ അടയ്ക്കുന്നതിന് പകരം തവണകളായി അടയ്ക്കാൻ അനുവദിക്കുക, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വാർഷിക പരിശോധനയും ഫീസും 5 വർഷത്തിൽ ഒരിക്കലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ, ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി. MP N പീതാംബരക്കുറുപ്പ് നിരാഹാരമനുഷ്ഠിച്ചവർക്ക് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആത്മാഭിമാനമുള്ള ചെറുപ്പക്കാരെ അപമാനിച്ച് വേദനിപ്പിക്കുവാൻ ഒരു പരിഷ്കൃത ഗവൺമെന്റ് അങ്ങനെ കാണും എന്നെനിക്ക് തോന്നുന്നില്ല. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആ വകുപ്പ് ചുമതല വഹിക്കുന്ന വളരെ മുതിർന്ന ബഹുമാന്യനായ ശ്രീ ആര്യാടനും ഈ കാര്യത്തിൽ നല്ല സമീപനം സ്വീകരിച്ചുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തുടർന്ന് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അനധികൃത മദ്യക്കച്ചവടം നടത്തിവന്ന 2 പേർ 30 കുപ്പി വിദേശ മദ്യവുമായി ഏരൂർ പോലീസിന്റെ പിടിയിലായി. ബാറുകൾ പൂട്ടിയ സാഹചര്യത്തിൽ കിഴക്കൻ മേഖലയിൽ അനധികൃത മദ്യവ്യാപാരം വ്യാപകമാണ്.
ചണ്ണപ്പേട്ട ആനക്കുളം സ്കൂളിന് സമീപത്ത് നിന്നാണ് അനധികൃത മദ്യക്കച്ചവടം നടത്തിവന്നിരുന്ന 2 പേരെ 30 കുപ്പിയോളം വിദേശ മദ്യവുമായി പോലീസ് പിടികൂടിയത്. അഞ്ചൽ, ഏരൂർ പോലീസ് സ്റ്റേഷനുകളിലെ നിരവധി ആബ്കാരി കേസുകളിലെ പ്രതികളായ ആനക്കുളം സ്വദേശി പ്രകാശ്, ഫസൽ എന്നിവരെയാണ് ഏരൂർ പോലീസ് പിടികൂടിയത്. പ്രദേശത്ത് നിരന്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് വിദേശമദ്യവുമായി പിടിയിലായതെന്ന് ഏരൂർ SI കെ ഷിജി ലൈവ് വാർത്തയോട് പറഞ്ഞു. ആനക്കുളം ജംഗ്ഷൻ അതുപോലെ ആനക്കുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്യം കച്ചവടം, അതുപോലെ തന്നെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കുറച്ച് നടന്നു വരുന്നതായിട്ട് ഒരു രണ്ടാഴ്ചയില്ല, 1 മാസത്തോളം അതിൻ്റെ ചെറിയ വിവരങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ ഡ്രൈവ് അതായത് പോലീസ് അവിടെ കൂടുതൽ പെട്രോളിംഗ് ശക്തമാക്കുകയും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലും പ്രത്യേകിച്ച് പകല് ഷാഡോ പോലീസിനെ അവിടെ നിയോഗിച്ചുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി ഇന്ന് അവിടെ മടത്തറ ഭാഗത്തു നിന്ന് മദ്യം ഒത്തിരി വാങ്ങിച്ചുകൊണ്ട് അളവിലധികം മദ്യം വാങ്ങിച്ച് ആനക്കുളം ഭാഗത്ത് കേന്ദ്രീകരിച്ച് അവിടെ മദ്യ കച്ചവടം നടത്തുകയും അവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ ഒരു പണിയിലെടുക്കുന്നവർ അവിടെ മദ്യം വാങ്ങിക്കുകയും മദ്യം വാങ്ങിച്ച് കുടിക്കുകയും അതിൻ്റെ ഫലമായി അവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അത് പിടിക്കുക, അത് തടയുക എന്നതിൻ്റെ ഫലമായി ഈ ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് പോലീസ് പാർട്ടി അവിടെ എത്തുകയും മടത്തറ വിദേശമദ്യ ഷോപ്പിൽ നിന്നാണ് ഇവർ മദ്യം വാങ്ങി ചില്ലറ വിൽപ്പന നടത്തി വന്നിരുന്നത്. 140 രൂപ വിലയുള്ള വിദേശമദ്യം 300 രൂപ നിരക്കിലാണ് ഇവർ വിറ്റുവന്നിരുന്നത്. പ്രദേശത്തെ ബാറുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആനക്കുളം പ്രദേശത്ത് ഇത്തരത്തിൽ വിദേശമദ്യത്തിന് ആവശ്യക്കാർ ഏറെയാണത്രേ. ബാറുകൾ പൂട്ടിക്കിടക്കുന്നതിനാൽ സമാന്തര മദ്യവിൽപ്പന കിഴക്കൻ മേഖലയിലെ പല പ്രദേശങ്ങളിലും വ്യാപകമാണ്. ഏരൂർ പഞ്ചായത്തിലെ ഐലറ, അഞ്ചൽ പഞ്ചായത്തിലെ ഏറം, കോമളം, വടമൺ, ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ അറക്കൽ, ഇടയം, തടിക്കാട് മേഖലകളിലും സമാന്തര മദ്യവ്യാപാരം വ്യാപകമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വകാര്യ ബസ് ഉടമകൾ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ബസ് ഉടമകളുമായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. നിരക്ക് വർധന സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി സ്വകാര്യ ബസ് ഉടമകൾക്ക് ഉറപ്പു നൽകി. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശകൾ മന്ത്രിസഭ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അറിയിച്ചു. മിനിമം ചാർജ് 8 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക, സ്വകാര്യ ബസ് പെർമിറ്റ് നിർത്തുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യം. ബസ് ഓപ്പറേറ്റേഴ്സ് കോഓർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ, ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം, ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചേഴ്സ് ഫെഡറേഷൻ എന്നീ സംഘടനകളാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ലഭ്യമാക്കുന്ന ബാങ്ക് സമയം വെട്ടിക്കുറച്ചതോടെ ശമ്പളം വാങ്ങാനെത്തിയവർ SBTയുടെ പുനലൂർ ശാഖയിൽ പ്രതിഷേധിച്ചു. സാങ്കേതിക കാരണങ്ങൾ നിർത്തിയെങ്കിലും ബാങ്ക് അധികൃതർ പിന്നീട് ശമ്പളം നൽകി തടിയൂരി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്ന സമയം 3 മണി വരെ ആയിരുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 2 മണി വരെയാക്കി കുറച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. 1-ാം തീയതി ലഭിക്കേണ്ട ശമ്പളം 5 ദിവസം കഴിഞ്ഞിട്ടും ലഭിക്കാതെ വന്നതോടെയാണ് സർക്കാർ ജീവനക്കാർ പ്രതിഷേധവുമായി പുനലൂർ SBTയിൽ എത്തിയത്. ഈ ട്രഷറിയിൽ നിന്നുള്ള ബില്ല് മാറി POC ആക്കി ഇവിടെ വരുമ്പോൾ അതിന് തന്നെ ഒത്തിരി കടമ്പകളാണ്. ഇപ്പോഴത്തെ ട്രഷറിയിലാണെങ്കിൽ പണം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവിടുന്നുള്ള ശമ്പളം മാറി ഇവിടെ വരുമ്പോൾ 3 മണിയായിട്ടും കൊടുത്തുകൊണ്ടിരുന്ന സംവിധാനം ഇപ്പോൾ 2 മണി വരെ എന്ന് പറഞ്ഞാൽ 1 മണി കഴിഞ്ഞാൽ 2 മണി വരെ ട്രഷറിയുടെ അവിടെ നിന്ന് POC കിട്ടത്തില്ല. അപ്പോൾ ചുരുക്കത്തിൽ രാവിലെ മാത്രമേ POC മാറി ഇവിടുന്ന് പൈസ കിട്ടത്തുള്ളൂ. ഇത് ഉദ്ദേശിച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2 മണി തൊട്ട് POC എടുക്കത്തില്ലെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ സംവിധാനത്തോട് യോജിച്ച് നോക്കത്തില്ല. ഈ ശമ്പളം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഹെഡ്മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ജീവനക്കാർ ഇവിടെ നിന്ന് മാറി സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുകയും സ്കൂളിലും അതിൻ്റെ മറ്റൊരു ഓഫീസുകളിലൊക്കെ കൊണ്ടുനടക്കും അവിടെയും കാത്തിരിക്കുകയാണ്. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അത് ഒട്ടും ന്യായീകരിക്കാവുന്ന കാര്യമാണ്. മോഡം തകരാറിലാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മാനുവലായിട്ട് പ്രവർത്തിക്കണം. മാനുവലായിട്ടുള്ള പ്രവൃത്തി എടുക്കുവാനായിട്ട് ഇവിടുത്തെ ബാങ്കിന്റെ സ്റ്റാഫ് തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. അവരതിന് ന്യായമായിട്ട് പറയുന്നത് വളരെ താമസം ഉണ്ടാകുമ്പോൾ അവർക്ക് വനിതാ ജീവനക്കാർക്ക് വീട്ടിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ POCയുമായിട്ട് വന്നത് വനിതാ ജീവനക്കാരടക്കമുള്ള ആൾക്കാരുണ്ട്. ഇത് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. കഴിഞ്ഞ മാസത്തിലാണെങ്കിൽ സംസ്ഥാനത്തെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമാണ് കേരളത്തിലെ സർക്കാർ നടത്തിയത്. ശമ്പളം നൽകുന്ന സമയം കുറച്ചതിന്റെ കാരണം ബാങ്കിലെ കമ്പ്യൂട്ടറിൽ വന്ന തകരാറാണ് എന്നാണ് ബാങ്ക് അധികൃതർ ആദ്യം വിശദീകരിച്ചത്. ബാങ്ക് മാനേജർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായുമില്ല. പ്രതിഷേധവുമായി എത്തിയ ജീവനക്കാർ പിരിഞ്ഞു പോകാതെ ബാങ്കിൽ തന്നെ ഇരുന്നതോടെ 4 മണിയോടെ ശമ്പളം നൽകി ഉദ്യോഗസ്ഥർ പ്രശ്നത്തിൽ നിന്ന് തലയൂരി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി മണ്ണെടുത്ത പ്രദേശത്ത് മണ്ണിടിഞ്ഞ് അപകട ഭീഷണി തുടരുന്നതിന്റെ ഉത്തരവാദിത്തം സക്കീർ ഹുസൈൻ നയിച്ച UDF ഭരണസമിതിക്കെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. സൂരജ് ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മിനി സിവിൽ സ്റ്റേഷന് പിന്നിലായി അപകട ഭീഷണിയിലായ പ്രദേശത്ത് താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് മണ്ണ് നീക്കം ചെയ്യാൻ നടപടിയുണ്ടായത്. MLAയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘം സിവിൽ സ്റ്റേഷന് സ്ഥലവും കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ടും അനുവദിച്ചു. എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണ് നീക്കം ചെയ്തപ്പോഴേക്കും ഭരണസമിതി മാറി. സക്കീർ ഹുസൈൻ പഞ്ചായത്ത് പ്രസിഡന്റായി. അന്ന് ജനങ്ങൾ ശരിയായി ഇടപെടാത്തതുകൊണ്ടാണ് സപ്പോർട്ടിംഗ് ലാൻഡ് നിലനിർത്താതെ മണ്ണെടുത്തതെന്ന് അഡ്വക്കേറ്റ് സൂരജ് ആരോപിച്ചു. ഇതിന്റെ തുടക്കത്തിൽ വസ്തു വിട്ടുകൊടുക്കുന്ന സമിതിയുടെ പ്രസിഡന്റ് ഞാനായിരുന്നു. അന്ന് വസ്തു വിട്ടുകൊടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വഴിയുമായി ചേർന്ന് തൊട്ട് പിറകിലുള്ള ചെറിയൊരു വഴിയുമായി ചേർന്ന മണ്ണ് പിന്നീട് അതിൻ്റെ ഒരു വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി അന്ന് ജനങ്ങൾ ഇടപെട്ടില്ലാന്നൊരു വിഷയമുണ്ട്. ചരിച്ച് സപ്പോർട്ടിംഗ് ലാൻഡ് നിലനിർത്തിക്കൊണ്ടല്ലാതെയാണ് മണ്ണ് മാറ്റിയത്. നേരെ താഴേക്ക് മണ്ണ് ഇടിച്ചങ്ങ് മാറ്റിയപ്പോൾ സ്വാഭാവികമായി സപ്പോർട്ടിംഗ് ലാൻഡ് ഭൂമി, ആ ഭൂമിയുടെ ആ ഒരു തള്ളൽ ഒഴിവായി. സ്വാഭാവികമായിട്ട് ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥയുണ്ടായി. ഞങ്ങൾ ഭരണസമിതി വളരെ ഗൗരവമായി പ്രദേശത്തെ ആളുകളുടെ ആവശ്യവും ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങളതിൽ അന്നൊരു സ്കീമിൽ ഉൾപ്പെടുത്തി അവിടെയുള്ള ആൾക്കാരെ തന്നെ പിന്നീട് പണി നടത്തുന്നതിന് വേണ്ടി ഒരു തുക സ്കീമിൽ ഉൾപ്പെടുത്തി ഏൽപ്പിക്കുകയും ഈ അവിടുത്തെ പ്രദേശത്തുള്ള ചില ആൾക്കാർ ആ പണി ഏറ്റെടുത്ത് കുറച്ച് നടത്തിയിരുന്നു. വിവാദ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന ആവശ്യം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതായും എന്നാൽ അടുത്ത ഭരണസമിതി അത് ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും അഡ്വക്കേറ്റ് സൂരജ് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക, അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അതാത് സമിതികൾ അപ്പോണ്ടിരിക്കുന്ന സമിതികളുടെ ഉത്തരവാദിത്വമാണ്. അതാത് സമയത്തിരിക്കുന്ന സമിതികൾ ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പരാതികളോ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. സിവിൽ സ്റ്റേഷന്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി വസ്തു വിട്ടുകൊടുത്തത് എൻ്റെ മുൻകൈ പ്രവർത്തനം 5 ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ പ്രസിഡന്റ് എന്ന രീതിക്ക് ഞാൻ അക്കാര്യത്തിൽ മുൻകൈ പ്രവർത്തനം നടത്തി. MLAയും അക്കാര്യത്തിൽ സജീവമായിട്ട് ഇടപെടും. പക്ഷേ അതിന് പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ പുതിയ ഭരണസമിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമിതിയാണ് യഥാർത്ഥത്തിൽ പിന്നീട് ആ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിനും ആളുകളുടെ വീടിനും ജീവന സംരക്ഷണം കൊടുക്കുവാനുള്ള ഭാഗത്തേക്ക് ഫണ്ട് വകയിരുത്തി പണി പൂർത്തീകരിച്ചെടുക്കേണ്ടത്. അതിന് കഴിയാതെ പോകുമ്പോൾ സ്വാഭാവികമായി അന്ന് ഈ പണി പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് വന്ന UDFന്റെ ഭരണസമിതിയായിരുന്നു അത് പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അധികാരം കൈയാളിയത്. നാട്ടുകാരുടെ വീടിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്ക് പിന്നാലെ വന്ന ഭരണസമിതിയായ UDFന്റേതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ജനകീയ പ്രശ്നമാണെന്നും ഇതിൽ ഇപ്പോൾ തുടരുന്ന ഇടതുപക്ഷ ഭരണസമിതിക്ക് ശരിയായ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന് കൂട്ടായി ഒരു പരിഹാരം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് MLAയും പൊതുമരാമത്ത് വകുപ്പുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് A. സക്കീർ ഹുസൈൻ പ്രതികരിച്ചു. സിവിൽ സ്റ്റേഷന്റെയും പരിസര പ്രദേശത്തുള്ള താമസക്കാരുടെ അവർ പറയുന്ന ബുദ്ധിമുട്ടുകൾ തീർച്ചയായും ബുദ്ധിമുട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്ന അപകടകരമായ സ്ഥിതി അവിടെ നിലവിലുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതും റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. ബന്ധപ്പെട്ട MLA ആണ് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് വിട്ടു നൽകിയതാണെന്ന് സക്കീർ ഹുസൈൻ പറഞ്ഞു. PWD ബിൽഡിംഗ് വിഭാഗമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പിന് വിട്ടു നൽകിയ ഭൂമിയിൽ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലുമെല്ലാം നിർമ്മിക്കേണ്ട ഉത്തരവാദിത്തം MLAയ്ക്കും ബന്ധപ്പെട്ട വകുപ്പിനുമാണെന്ന് സക്കീർ ഹുസൈൻ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് 40 സെന്റ് സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയും PWD ബിൽഡിംഗ് സെക്ഷനാണ് സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പത്തനാപുരം താലൂക്ക് തഹസീൽദാർക്കും താലൂക്ക് വിഭജിച്ചപ്പോൾ പുനലൂർ തഹസീൽദാർക്കുമാണ്. പഞ്ചായത്തിന് വസ്തു ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു എന്നുള്ള അതല്ലാതെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ റവന്യൂ വകുപ്പിന് വിട്ടുകൊടുത്ത വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയില്ല. ഈ വസ്തു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് വിട്ടുകൊടുക്കുകയും അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തിയിട്ടാണ് സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനം സമീപകാലത്തായി നടത്തപ്പെട്ടത്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും റവന്യൂ ഡിപ്പാർട്ട്മെന്റും PWD ബിൽഡിംഗ് സെക്ഷനുമാണ്. പഞ്ചായത്തിന് അതിന് യാതൊരു കാര്യവുമില്ല. താൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഭരണസമിതിയുടെ വീഴ്ച കൊണ്ടാണ് സംരക്ഷണ ഭിത്തി കെട്ടാൻ കഴിയാതെ വന്നതെന്ന CPM നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ S. സൂരജിന്റെ ആരോപണം അറിവുകേടാണെന്നും ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷണ ഭിത്തി കെട്ടാൻ പണം അനുവദിക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കില്ലെന്നും സക്കീർ ഹുസൈൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
അഞ്ചൽ കുളത്തൂപ്പുഴ മേഖലയിൽ PWD റോഡ് പുറമ്പോക്കുകളിലെ ആദ്യഘട്ട കയ്യേറ്റമൊഴിപ്പിക്കൽ ഏതാണ്ട് പൂർത്തിയാക്കി. സ്വയം ഒഴിഞ്ഞുപോകാൻ അനുവദിച്ച സമയം വെള്ളിയാഴ്ച അവസാനിച്ചതോടെയാണ് നിർത്തിവച്ചിരുന്ന നടപടി പുനരാരംഭിച്ചത്. ആലഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ ഒഴിപ്പിക്കൽ നടപടി ഓന്തുപച്ചയിലേക്കും കുളത്തുപുഴയിലേക്കും നീണ്ടു. സ്വയം ഒഴിയാൻ അവസാനവട്ടം സമയം നൽകണമെന്ന പൊതുവായ അഭിപ്രായം മാനിച്ചാണ് PWD 5 ദിവസം കാത്തത്. ആദ്യഘട്ടമെന്ന നിലയിൽ റോഡ് വശങ്ങളിലെ അനധികൃത ഫ്ലക്സുകൾ, പരസ്യ ബോർഡുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ, സ്തൂപങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്തത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ ഇവ ഏതാണ്ട് പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. കുളത്തൂപ്പുഴ, അഞ്ചൽ തുടങ്ങിയ പട്ടണങ്ങളിൽ വ്യാപാരികൾ നടത്തിയിരിക്കുന്ന കയ്യേറ്റങ്ങൾ സ്വയം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് PWD വീണ്ടും നോട്ടീസ് നൽകി. ഇടമുളയ്ക്കൽ പോലെ പ്രശ്നബാധിത മേഖലകളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങളും സ്വയം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകി. രണ്ടാം ഘട്ടമെന്ന നിലയിൽ നോട്ടീസിലെ കാലാവധി കഴിഞ്ഞാൽ റോഡ് പുറമ്പോക്കിലെ അനധികൃത വസ്തു കയ്യേറ്റങ്ങളും PWD ഒഴിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTE പത്തനാപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പത്തനാപുരം KSRTC ഡിപ്പോ ഉപരോധിച്ചു. ജീവനക്കാരുടെ ശമ്പളം യഥാസമയം നൽകുക, പെൻഷൻ തുക ഉടൻ നൽകുക, LIC വായ്പകൾക്കും മറ്റുമായി ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത തുക യഥാസമയം ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണ സംഘടിപ്പിച്ചത്. ഹണി ബാലചന്ദ്രൻ അധ്യക്ഷനായി. KSRTE സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി P. ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമുക്കിവിടെ വിലക്കയറ്റമാണ്. രണ്ടാമത്, ജനങ്ങൾക്ക് സുരക്ഷിതമായി അവരുടെ വീടുകളിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മൂന്നാമത്, ആവശ്യം ആരോഗ്യമേഖലയിലും അവിടെ നിന്ന് വൈദ്യുതിമേഖലയിലും അവിടെ നിന്ന് കുടിവെള്ളത്തിന്റെ മേഖലയിലും ഏറ്റവും അവസാനമായി കവർന്നെടുക്കാൻ പോകുന്ന കേരളത്തിൽ 45 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ രാത്രിയിലോ പകലിലോ കൂടാതെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കത്തക്ക രീതിയിൽ കേരളത്തിന്റെ ഗവൺമെന്റ് വലിയൊരു പാക്കേജ് മുന്നോട്ടുവച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ കായിക പ്രതിഭകളെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച മുന്നേറ്റം പരിശീലന പരിപാടി സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SE സഞ്ജയ് ഖാൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ കുട്ടികളുടെ കായികമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് മുന്നേറ്റം. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 25 കുട്ടികൾക്ക് 20 ദിവസമാണ് കായിക പരിശീലനം നൽകിയത്. കഴിഞ്ഞ തവണ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ, കായിക പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗംഭീര വിജയം നേടുവാൻ സാധിച്ചു. അത് അവരുടെ തുടർച്ച പഠനത്തിനും അതുപോലെ കായിക പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ കായികപരമായ ഉന്നത വിജയത്തിനുമൊക്കെ സാധിക്കുന്ന തരത്തിൽ ഇത് ജില്ലാ പഞ്ചായത്തിന് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയുമായി ഒരു തുടർച്ച എന്ന രീതിയിൽ ഈ അവധിക്കാല കായിക പരിശീലനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് തുടർന്ന് ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ മത്സരിക്കുന്നതിനും അവർ പരിശീലിച്ച പരിശീലനത്തിൽ എത്രത്തോളം വിജയം നേടി എന്ന് പരീക്ഷിക്കുന്നതിനുമൊക്കെ പരിശോധിക്കുന്നതിനുമൊക്കെയുള്ള ഒരു സാഹചര്യം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ്. കായികാധ്യാപിക ലീലാമ അധ്യക്ഷയായി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കമ്പ്യൂട്ടർ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന കാറ്റ് പോയിന്റ് എഞ്ചിനീയറിംഗ് സൊല്യൂഷന്റെ പുതിയ സെന്റർ അഞ്ചലിൽ തുറന്നു. MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ സോഫ്റ്റ്വെയറുകളിലുള്ള പരിശീലനമാണ് കാറ്റ് പോയിന്റിൽ നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ഭായ്, വാർഡ് മെമ്പർ ചാന്ദിനി, ഫാദർ ജോൺസൺ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാറ്റ് പോയിന്റ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ മേഖലയിൽ കമ്പ്യൂട്ടർ രംഗത്തെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുന്നവർക്ക് അവരുടെ സ്കിൽ വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ ലഭ്യമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പട്ടാഴിയിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രേരണ 2014 എന്ന പേരിലായിരുന്നു പരിപാടി. പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ P. വേലായുധൻ നായർ പ്രേരണ 2014 ഉദ്ഘാടനം ചെയ്തു. മൂല്യങ്ങളെ മറന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസം ഭാവി തലമുറയെ വഴിതെറ്റിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രശസ്ത കരിയർ വിദഗ്ധൻ ഡോക്ടർ ജയരാജ് ക്ലാസ് നയിച്ചു. GV ഗിരീഷ് കുമാർ വിജയ സന്ദേശം നൽകി. അഭിദേവ് സ്വാഗതവും വിഷ്ണു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
സംസ്ഥാനത്തിന്റെ കിഴക്കൻ അതിർത്തിക്കപ്പുറം പുളിയറയിൽ വിവിധ ഇനങ്ങളിൽ വിവിധ രുചിയും നിറവും മണവുമുള്ള മാമ്പഴങ്ങൾ വിൽപ്പനയ്ക്കായി നിരന്നുകഴിഞ്ഞു. ആര്യങ്കാവ് ബ്യൂറോയുടെ റിപ്പോർട്ട്. നാട്ടുമാങ്ങ മുതൽ മൽഗോവ വരെ വിവിധ ഇനം മാമ്പഴങ്ങളാണ് അതിർത്തി വിപണിയിൽ നിരന്നിരിക്കുന്നത്. കൊക്കിലൊതുങ്ങുന്ന വില മുതൽ കിലോയ്ക്ക് 180 വരെ വിലയുള്ളവ. അതിർത്തി വിട്ട് ഇവ തന്നെ കേരളത്തിലെത്തിയാൽ വില ഇരട്ടിയോളമാവും. വിലയും കാഴ്ചയിലെ ഭംഗിയും ഒത്തുവന്നാൽ അടുത്ത ടെൻഷൻ അതിർത്തി കടന്നെത്തുന്ന മാമ്പഴങ്ങൾ രാസവസ്തുക്കൾ വെച്ച് പഴുപ്പിച്ചതാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ ചെക്ക് പോസ്റ്റുകളിൽ ഇല്ല എന്നതാണ്. എല്ലായിടത്തും രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് മാങ്ങ പഴുപ്പിക്കുന്നത് എന്ന പ്രചരണം ഉള്ളതിനാൽ കച്ചവടം കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. എന്നാൽ തങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിക്കാറില്ലെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ കമ്മിയാണ്. എല്ലാ പക്കവും എല്ലാ നാട്ടിലെയും കല്ല് വെച്ച് പഴക്കണമെന്ന് ചൊല്ലി കച്ചവടം കമ്മി. എല്ലാവരും வந்து மோந்து பார்க்கும் வாங்க இது கச்சி வச்சதா கல் வச்சான்னு மோந்து பார்க்கும். மோந்து பார்த்து வாங்கி. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ചിതറ വളവുപച്ച സി കേശവൻ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ KP കരുണാകരൻ അനുസ്മരണവും സമ്മേളനവും പ്രതിഭാ പുരസ്കാര സംഗമവും സംഘടിപ്പിച്ചു. ചിത്രകല, നൃത്ത പഠന ക്യാമ്പുകൾ, പ്രതിഭാ പുരസ്കാര വിതരണം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ശിവദാസൻ പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സി കേശവൻ ഗ്രന്ഥശാല പ്രസിഡന്റ് G നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി. A അബ്ദുൽ കരീം സ്വാഗതം പറഞ്ഞു. VSS ഡയറക്ടർ നടക്കൽ ശശി മുഖ്യാതിഥിയായിരുന്നു. പ്രദേശത്തെ പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ, കൊല്ലായിൽ സുരേഷ്, അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണൻ, തുമ്പമൻതൊടി രാജൻ, കാരകുളം ബാബു, CP ജസിൻ, ജെസി അനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നാടിനെ നടുക്കി പത്തനാപുരത്ത് ഇടിമിന്നൽ ദുരന്തം. 2 പേർ മരിച്ചു, 5 പേർ പരിക്കേറ്റ ചികിത്സയിൽ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പ്രശ്നം 16-ന് ശേഷം ചർച്ച ചെയ്യാമെന്ന് അധികൃതർ. ബാർ വിഷയത്തിലെ സർക്കാരിന്റെ അശാസ്ത്രീയ നയം തിരിച്ചടിക്കുന്നു. കിഴക്കൻ മേഖലയിൽ അനധികൃത മദ്യവ്യാപാരം വ്യാപകം. 30 കുപ്പി വിദേശ മദ്യവുമായി 2 പേർ ഏരൂരിൽ പിടിയിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.